സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവും കണ്ടന്റ് മേക്കറുമാണ് മനസ്സിലായതുകൊണ്ടാണ് റെയ്നു സുധിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ക്ഷണം ലഭിച്ചത്. റെയ്നു കുളിങ്കുറ്റായി മറ്റു മത്സരാർത്ഥികളെ മലർത്തിയടിക്കുമെന്ന് കരുതിയാണ് പ്രേക്ഷകരും ഇരുന്നത്. എന്നാൽ ടാസ്കുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയപ്പോൾ റെയ്നു കാറ്റുപോയ ബലൂൺ പോലെ മൂലയ്ക്കായി. ഒപ്പം ഹോം സ്റ്റിക്കറും മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകളും അലട്ടിത്തുടങ്ങിയപ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും തകരുകയും ചെയ്തു. ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ട് അറിയിച്ച റെയ്നും 35-ാം ദിവസം സ്വയം ഷോ കിറ്റ് ചെയ്ത് പുറത്തു വന്നു. ഇപ്പോഴത്തെ ബിഗ് ബോസ് വിന്നറായ അഖിൽമാർ റേണുവിന്റെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചുള്ള നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. രേണു സുധി ബിഗ് ബോസിൽ മെറ്റീരിയൽ അല്ലെന്ന് അഖിൽ പറയുന്നു. സുധിക്ക് അപ്പുറം മറ്റൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് കഴിയില്ലെന്നും അഖിൽ കൂട്ടിച്ചേർത്തു. അവർ എങ്ങനെയാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെ മത്സരാർത്ഥിയായി എടുക്കുമ്പോൾ അയാളെക്കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. കലാകാരനായ ഭർത്താവ് അപ്രതീക്ഷിതമായി അപകടത്തിൽ മരണശേഷം വിധവയാക്കപ്പെട്ട സ്ത്രീയോട് തോന്നിയ സഹതാപവും സിമ്പതിയുമാണ് രേണുവിൻ്റെ കണ്ടന്റ്. ഒരു സിമ്പതിയിൽ ഒരുപാട് പേർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം മറ്റു പലരുടെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നെന്ന് തോന്നിയതിനു ശേഷം ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന ടെൻഷൻ അടിച്ച് ഇരുന്നപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളും വർക്കുകളും അഭിമുഖങ്ങളും ആവശ്യപ്പെട്ട് ചെല്ലുന്നത്. അവർ ഇന്ത്യയിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊല്ലം സുധി എന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കും. കൊല്ലം സുധിയുടെ ഭാര്യയായി നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണെന്ന മനോഭാവത്തിലായിരുന്നു ജനങ്ങൾക്ക്. ഇവളെന്താ വലിയ സിനിമാ നടിയോ, ഇവളെന്താ വലിയ സംഭവം എന്നൊക്കെ തരത്തിൽ രേണുവിനോട് തോന്നിയ വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായി മാറി. അത് രേണുവിന് റീച്ചായി. ആ റീച്ച് യൂസ് ചെയ്യാൻ പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. രേണുവിനെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് നടന്നത് ആഘോഷിക്കുന്നു. സമൂഹം മുഴുവൻ രേണുവിനെ പരിഹസിക്കുമ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് റീച്ചിന് വേണ്ടി അവരെ ആഘോഷിച്ചു. റീച്ച് ലിമിറ്റഡ് അപ്പുറത്തേക്ക് കടന്നപ്പോൾ രേണുവിന് വരുമാനം കിട്ടിത്തുടങ്ങി. രേണു മേക്കപ്പ് ഇടാൻ തുടങ്ങി. നീ ആരാ സുന്ദരിയാകാൻ ഇവിടെ നിന്ന് ചോദ്യമായി. കാരണം ജനത്തിന് ഇതൊന്നും ഇഷ്ടമായില്ല. സെറീന മേക്കപ്പ് ഇട്ടാൽ ജനം അംഗീകരിക്കും, പക്ഷെ രേണു ചെയ്താൽ അംഗീകരിക്കില്ല. എല്ലാത്തിനും ജനങ്ങൾക്ക് അതിൻ്റെതായ റീഡിംഗ് ഉണ്ട്. സമൂഹം രേണുവിനെ പരിഹസിച്ചിലും അതിലൂടെ കിട്ടിയ കണ്ടന്റും നെഗറ്റീവുമാണ് രേണുവിനെ പലർക്കും സുപരിചിതയാക്കിയത്. അല്ല, രേണു സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എന്താണ്? ബിഗ് ബോസിലും രേണുവിന് നല്ല കണ്ടന്റും റീച്ചും കിട്ടുമായിരുന്നു. ഫാഷൻ ഷോ പോലെ എന്തെങ്കിലും രേണുവിനെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയിരുന്നെങ്കിൽ ആതിരയും നൂറയെല്ലാം വേഷം കെട്ടി വന്നാലും രേണുസുതി വേഷം കെട്ടി വരുന്ന ഒറ്റ റീൽ മതി രേണു ബിഗ് ബോസിലുണ്ടെന്ന് കേരള ജനത അറിയാൻ. കാരണം രേണു എത്ര വേഷം കെട്ടി വന്നാലും ജനം അത് അംഗീകരിക്കില്ല.